35 വർഷമായി പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന പയ്യന്നൂർ കോറോത്തെ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ ഇനി ആൺകുട്ടികൾക്കും പഠിക്കാം. ആദ്യമായി മിക്സ്ഡ് കോളേജായി മാറുന്നതിന്റെ സന്തോഷത്തിലാണ് പോളിടെക്നിക്കിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. കേരളത്തിലെ റെസിഡൻഷ്യൽ മാതൃകയിലുള്ള ഏക വനിതാ പോളിടെക്നിക്കാണ് പയ്യന്നൂർ കോറോത്തെ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്. 1991 വനിതാ പോളി പ്രവർത്തനം ആരംഭിച്ചത്. 230 സീറ്റുകളാണ് നിലവിലുള്ളത്. 3 വർഷം ദൈർഘ്യമുള്ള 4 ഡിപ്ലോമ കോഴ്സുകൾ പോളിടെക്നിക്കിലുണ്ട്. നിലവിലുള്ള സീറ്റുകളിൽ ഒഴിവ് വന്നതോടെയാണ് വനിതാ പോളിടെക്നിക്കിനെ ജനറലാക്കാൻ അധികൃതർ തീരുമാനിച്ചത്. ഈ മാറ്റത്തിന് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അംഗീകാരവും ലഭിച്ചതോടെ ക്യാമ്പസ് ഹാപ്പിയായി. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ 35 ഇയേഴ്സിന് ശേഷം നമ്മളെ കോളേജിൽ ഫസ്റ്റ് ആണ് ബോയ്സ് വരുന്നത്. സോ അതിൽ നമ്മൾ ഭയങ്കര പ്രൗഡാണ്. കാരണം നമ്മൾ ഫൈനൽ ഇയേഴ്സ് ആണ്. അപ്പൊ അവരെ വെൽക്കം ചെയ്തതിൽ നമ്മൾ ഒരുപാട് ഭയങ്കര പ്രൗഡാണ്. പിന്നെ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താ പറയുക, ഞാൻ ഇതുവരെ മിക്സ്ഡാ പഠിച്ചത്, +2 വരെ മിക്സ്ഡാ പഠിച്ചത്. ഇതിന് ശേഷം ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഫുള്ളായിട്ട് ഗേൾസിന്റെ ഒപ്പം പഠിച്ച ഒരവസ്ഥ ഉണ്ടായി. അപ്പം അവര് വന്നിട്ട് എങ്ങനെയാന്ന് ഉണ്ടാവുക. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരെപ്പോഴുള്ള മൊമെന്റ്സ് ഉണ്ടാവില്ല അധികം. ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സാ കൂടുതൽ അവരുമായിട്ട് അടുത്തറിയാൻ പോകുന്നത്. പക്ഷെ എന്നാലും എന്താ പറയാ, അവരെ വെൽക്കം ചെയ്യുന്നതിലും പല കാര്യങ്ങളും എങ്ങനെയാ പരിപാടികളെല്ലാം ഇങ്ങനെ ഉണ്ടാവുക, ആ ഒരു കാര്യത്തിൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇവിടെ മാത്രമാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉള്ളത്. സോ വുമൻസ് ആയതുകൊണ്ട് ബോയ്സിന് ഇത് പഠിക്കാനുള്ള ഒരു പ്രിവിലേജ് ഇല്ല. ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് പോളീസിലെല്ലാം സീറ്റ് കിട്ടാൻ, ഗവൺമെന്റ് സീറ്റ് കിട്ടാൻ പലരും പഠിക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ സീറ്റ് എല്ലാം കുറച്ച് വേക്കന്റ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല ഫാക്കൽറ്റി ആണ്, ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസ് അതെല്ലാം ഇങ്ങനെ യൂസ് ചെയ്യാണ്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ സീറ്റ് ഇങ്ങനെ വേക്കന്റ് ആ സീറ്റ് ഫില്ലാവുന്നതിൽ ഹാപ്പിയാണ്. ആൺകുട്ടികൾക്കായുള്ള ഹോസ്റ്റൽ സൗകര്യം പുതുതായി നിർമ്മിക്കുമെന്നും 100% പ്ലേസ്മെന്റ് സാധ്യതയാണ് സ്ഥാപനം ഉറപ്പു നൽകുന്നതെന്നും പ്രിൻസിപ്പൽ KB ശ്രീജിത്ത് കണ്ണൂർ വിഷനോട് പറഞ്ഞു. 2 കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഈ സിംഗിൾ ജെൻഡർ സ്കൂളുകളും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ മിക്സഡ് ആക്കി മാറ്റുന്നൊരു സർക്കാരിൻ്റെ തന്നെ ഒരു നയമുണ്ട്. ഒന്നതാണ്. രണ്ടാമത്തേത്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കോളേജിലത്തെ അഡ്മിഷൻ സാധാരണ ഡിഗ്രി കോളേജുകൾക്ക് ഉള്ളതുപോലെ തന്നെ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ളൊരു പദ്ധതിയായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ നിലവിൽ ആൺകുട്ടികൾക്ക് ആവശ്യമുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി, അങ്ങനെയുള്ള ഫെസിലിറ്റികൾ ഇവിടെ ഉണ്ട്. ഇനി അത്യാവശ്യം വേണ്ടത് ഇനി ഹോസ്റ്റൽ പോലുള്ള സൗകര്യങ്ങളാണ്. അത് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. സമീപ ഭാവിയിൽ തന്നെ അത് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ മാസം 22-ാം തീയതി വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. റാങ്ക് ലിസ്റ്റും അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ ഈ മാസം അവസാനം 29-30 ആ സമയത്താണ് ഉണ്ടാവുക. പയ്യന്നൂർ പോളിന് 4 ബ്രാഞ്ചുകൾ മൊത്തത്തിലുള്ളത്. 3 ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ, അതായത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, അങ്ങനെ 3 എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് എന്ന ഒരു മാനേജ്മെന്റ് ബ്രാഞ്ചുമാണ് ഇവിടെയുള്ളത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന കാലത്ത് ആൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടികൾ പോളിടെക്നിക്കിൽ ചേരാനെത്തുമെന്ന പ്രതീക്ഷയാണ് അധ്യാപകർക്കും അനധ്യാപകർക്കും ഉള്ളത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.